എന്തായി ഓട്ടോ ഉണ്ടാ? ഓട്ടോ ഒക്കെ കുറവാണല്ലോ. കാലടിപ്പട്ടി വരുമ്പോ ഓട്ടോ ഒക്കെ ആവും. എന്നാ ശരി, എന്നാ ഞാൻ പോയിട്ടരാം. ചേച്ചി ഒന്ന് എടപ്പള്ളി പോണം. ചേച്ചി എത്ര വർഷമായി വണ്ടി എടുക്കുന്നു? ഞാനിപ്പോ ഒരു 19 വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തേ? അതിന് മുമ്പ് ഞാൻ അംഗൻവാടി ടീച്ചറായിരുന്നു. അംഗൻവാടിയിൽ ജോലി ഉള്ളപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം വരാൻ? തൃക്കാക്കര പഞ്ചായത്തായിരുന്ന സമയത്ത് കുടുംബശ്രീക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചായിരുന്നു. അവർക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ പഠിച്ചതിൽ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഓടണുള്ളൂ, ഒരു 5-6 പേര്. എറണാകുളത്ത് സിറ്റിയിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത്തിരി ധൈര്യം വേണമല്ല. ചേട്ടനിപ്പോ എന്ത് ചെയ്യാം? ചേട്ടനും ഇപ്പൊ എന്റെ കൂടെ തന്നെ ഓട്ടോ ഓടിക്കുക. നിങ്ങൾ ഒരേ സ്റ്റാൻഡിലാണോ? ഒരേ സ്റ്റാൻഡിൽ. അങ്ങനെയാണ് എടപ്പള്ളി പോകുന്നതിന് മുമ്പ് ചേട്ടനെ കണ്ടിട്ട് വരാം. അക്ഷയാതിര ഓട്ടോയിലെ സുരേഷ് ഏട്ടനും ഈ സുന്ദരി ഓട്ടോയിലെ ജയചേച്ചിയും ദമ്പതിമാരാണ്. അവർ രണ്ടുപേരും ഒരു സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോക്കാരാണ്. അപ്പൊ ഈ ഓട്ടോ ദമ്പതികളുടെ വിശേഷങ്ങൾ ചോദിക്കാം. ഞാൻ ആദ്യം ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. ആ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ കുടുംബശ്രീ വഴി ഓട്ടോ എടുത്ത് പിന്നെ ലോണൊക്കെ എടുത്ത് ഓടാൻ തുടങ്ങി. ചേച്ചി ഡ്രൈവിംഗ് പഠിച്ച് ചേട്ടൻ സഹായിച്ചോ ഓട്ടോ? ഒരു അമ്പയാടുമ്പോ പുള്ളിക്കാരി വണ്ടി ഓഫായി പോകും. അങ്ങനെ പെരുമ്പാവൂർ വരുമ്പോ എത്ര അമ്പ എല്ലാം ഓഫായി. ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് പെരുമ്പാവൂരോട്ട് ഓട്ടം പോയി. പോണ വഴിക്ക് എല്ലാ ഹമ്പ് വരുമ്പോഴും ഓഫായി പോകും. അങ്ങനെ പോയി തിരിച്ചപ്പോ ഡ്രൈവർ റെഡിയായി. ഓട്ടം വിളിച്ച ആൾക്കാരൊക്കെ എന്നെ വിളിക്കും. ഇവിടെ പകലുള്ള സമയത്ത് ഇരിക്കണമെന്ന് അത് അംഗൻവാടി ടീച്ചറായിരുന്നല്ല. അല്ലെങ്കിൽ ആ സമയത്ത് അംഗൻവാടി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പോകും ഓട്ടം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എൻ്റെ ഓട്ടം ഇവിടെ പോകും. ഈ അമ്മമാര് കൂടെയാണ് പിള്ളേരെ ട്യൂഷനൊക്കെ കൊണ്ടാക്കാൻ പോണത്. എന്റെ വണ്ടി വിളിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ്. സ്ത്രീകളുടെ ഓട്ടോയിലാകുമ്പോൾ അവർക്ക് നല്ല ധൈര്യമാണല്ലോ. വിടാൻ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ് മിക്കവരും, പഴയ ജനറേഷനിലുള്ളവരെ, പുതിയ ആളുകളല്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ചേട്ടാ ഇപ്പൊ എന്നോട് ബസ് ഓടിക്കാൻ പോകും, നിനക്ക് ബസ് ഓടിക്കാൻ പോകാൻ പാടില്ല, നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ, നീ ബസ് ഓടിക്കാൻ. ഞാൻ പിന്നെ അന്നേരം നമുക്ക് അതിന് പോകാനുള്ള കാരണം പിള്ളേരും ചെറുതാർന്ന്. അപ്പൊ പിന്നെ അങ്ങനെ പോയില്ല. ഈ 2 ഓട്ടോ ഓടിച്ചാണ് ഞങ്ങള് പിള്ളേരെ കെട്ടിച്ചു വിട്ടതും വീട് പണി ഇത്രയാക്കിയതും എല്ലാ കാര്യങ്ങളും നടന്നു പോയത് ഇതുകൊണ്ട് തന്നെ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഓട്ടോയിനെ സിനിമയിൽ എടുത്തിട്ടുണ്ടായി. നടി രേഖയായിട്ട് ഒരു ഷൂട്ടിങ്ങിന് വിളിച്ചിട്ടുണ്ടായി എൻ്റെ ഓട്ടോയിനെ. അപ്പോൾ രേഖയായിട്ട് ഞാനും ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായി. രേഖയാണ് എൻ്റെ ഓട്ടോയ്ക്ക് സുന്ദരി എന്നുള്ള പേര് ഇനി പേര് മാറ്റണ്ടെന്ന് പറഞ്ഞത്. ഈ ഓട്ടോ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ ഈ ഓട്ടോയിലാണ്. ഈ ഓട്ടോയാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളുടെ വണ്ടി കിടന്ന സവാരിക്കാരും ഹാപ്പിയാണ്. മാതൃഭൂമി ന്യൂസിന് വേണ്ടി ശ്യാമലി ശശിധരനും വിജേഷ് പുതുവാശ്ശേരി.